2000 വർഷം എന്ന് പറയുമ്പോൾ സംഘകാലഘട്ടമാണ്. പണ്ട് പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടുള്ള അകനാനൂർ, പുറനാനൂർ മുതലായ കൃതികളിലെ ഭാഷ. ഉദാഹരണത്തിന് അതിലെ ഒരു വരി പറയാം. ഒരു കുടിപ്പിറந்த പല്ലോരുള്ളും മൂത്തവന് വരുക എന്നാതു അവരുൾ അറിവുടയോനാറു അർച്ചും ചെല്ലും. വല്ലതും മനസ്സിലായോ? എന്നാൽ ഈ ഭാഷ സംസാരിച്ചിരുന്ന ആ മൂത്താപ്പയുടെ മകൻ ഇത് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ മകനും അവിടുന്ന് ഇങ്ങോട്ട് വരും തോറും ഈ ഭാഷ പതുക്കെ മാറിത്തുടങ്ങും. വഴിയിൽ എവിടെയോ വെച്ച് ആ ഭാഷ മലയാളം എന്ന പേര് സ്വീകരിക്കും. കൃത്യമായി ഏത് ആൾ മുതലാണ് ആ പഴയ തമിഴ് മാറി മലയാളമായത് എന്ന് പറയാനാകില്ല. അതായത് ആ ഭാഷ സംസാരിച്ചിരുന്ന ഒരു മൂത്താപ്പയും മലയാളം സംസാരിക്കുന്ന നിങ്ങളും തമ്മിൽ കണ്ണി മുറിയാത്ത ഒരു ചെങ്ങല ഉണ്ടെങ്കിലും നിങ്ങൾക്കും ആ മൂത്താപ്പക്കും പരസ്പരം സംസാരിക്കാനാകില്ല. ഭാഷ ആകെ മാറിപ്പോയിരിക്കുന്നു. ഇവിടെ ആ പഴയ തമിഴും മലയാളവും രണ്ട് വ്യത്യസ്ത ജീവിവർഗങ്ങൾ പോലെയാണ്. രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണികൾ ഇടമുറിയാതെ ഉണ്ടെങ്കിലും രണ്ടും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല, പരസ്പരം ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഇനി സ്പീഷീസുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഈ